I am the way and the truth and the life. No one comes to the Father but by me. John chapter 14 verse 6. നമ്മുടെ സഭ ആരാധന വർഷം ആചരിക്കാൻ ഒരുങ്ങുകയാണ്. നമ്മൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ആരാധനാക്രമത്തെക്കുറിച്ചാണ്. നമുക്കൊരു പക്ഷെന്നുണ്ടെങ്കിൽ ആരാധനാക്രമം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ക്ഷീണവും ഒരു തളർച്ചയുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഈ ആരാധനാക്രമത്തിൻ്റെ പല കാര്യങ്ങളും മനസ്സിലാകാതെ നമ്മളിതിൽ സംബന്ധിക്കുന്നത് മൂലം നമുക്ക് ഈ ആരാധനാക്രമം നമുക്കൊരു ഒരു അല്പം അകൽച്ച തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഈ ആരാധനാക്രമം സഭ നമുക്ക് വേണ്ടി, പിതാക്കന്മാർ നമുക്ക് വേണ്ടി ഈ വർഷം അനുവദിച്ച് തന്നിരിക്കുന്നത് ഈ ആരാധനാക്രമത്തിലൂടെയുള്ള ഒരു ജീവൻ നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ പൊരുളുകൾ അറിഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ ഈ കൂദാശകളിലൂടെയൊക്കെ സഞ്ചരിക്കും. നമ്മൾ ആരാധനാക്രമം, നമ്മുടെ യാമപ്രാർത്ഥനകൾ, അതൊക്കെ എന്തിനാണ്, ഈ സഭയിൽ എന്തിനാണ് ഈ ശുശ്രൂഷകൾ? നമുക്കറിയാം, ആരാധനാക്രമങ്ങൾ ഭക്താഭ്യാസങ്ങളല്ല. ആരാധനാക്രമങ്ങൾ ഭക്താഭ്യാസങ്ങളല്ല. ഭക്താഭ്യാസങ്ങൾ നമുക്കറിയാം. ഭക്തകൃത്യങ്ങൾ, കൊന്ത ചൊല്ലുന്നു, നമ്മൾ കുരിശിൻ്റെ വഴി നടത്തുന്നു, നമ്മൾ ഭക്താഭ്യാസങ്ങൾക്കായിട്ട് വ്യക്തിപരമായ പ്രാർത്ഥനകളുണ്ട്, നമ്മൾ തന്നെ കണ്ടെത്തി സുഹൃത ജപങ്ങളുണ്ട്, അപ്പം ഇങ്ങനെയൊക്കെയുള്ള നൊവേനകളുണ്ട്. അപ്പം ഇതെല്ലാം ഭക്താഭ്യാസങ്ങളാണ്. പക്ഷെ അതല്ല ആരാധനാക്രമം. ആരാധനാക്രമം സഭയുടെ അടിസ്ഥാനപരമായ ജീവൻ പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ, അത് സഭയുടെ പഠിപ്പിക്കലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ആരാധനാക്രമ മത്സരത്തിൽ നമ്മൾ ആരാധനാക്രമത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പം അത് എന്തുമാത്രം ആഴത്തിൽ നമ്മൾ പഠിക്കാമോ അത്രമേൽ നമുക്ക് ഈശോയോടൊരു വ്യക്തിപരമായ സ്നേഹം തോന്നും, നമുക്ക് ദൈവിക ജീവനിൽ പങ്കുചേരാൻ പറ്റും. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുമ്പോൾ നമുക്കതിനെക്കുറിച്ച് വലിയ ബോധ്യം കിട്ടില്ല. പക്ഷേ നമ്മുടെ കൂദാശാനുഷ്ഠാനങ്ങൾ, കുംഭസാരം, വിശുദ്ധ കുർബാന, നമ്മൾ കുഞ്ഞുങ്ങൾക്കൊരുക്കുന്ന മാമോദീസ, അവർക്കൊരുക്കുന്നതായ നമ്മളുടെ ആദ്യ കുർബാനയ്ക്കുള്ള ഒരുക്കം, നമ്മളുടെ ഈ ശ്ലൈഹികമായിട്ടുള്ള കൂദാശകൾ, വിവാഹം, പട്ടത്വം, ഈ കൂദാശകളിലൂടെയൊക്കെ നിർഗളിക്കുന്ന ഒരു ദൈവീക ജീവൻ, ആ ജീവൻ്റെ സമൃദ്ധി നമ്മുടെ സ്വന്തമാക്കാനുള്ള ഒരു പ്രത്യേക അവസരം ദൈവത്തിൻ്റെ ആത്മാവ് തന്നതാണ്. ഞാനിതിനെ കാണുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രത്യേകം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്ന ഒരു വർഷമാണ്. വചനവർഷം കഴിഞ്ഞു. ഈ വർഷം നമ്മുടെ പുനരേക്യ വാർഷികത്തിന് പരിശുദ്ധ ബാബാ തിരുമേനി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളോട് പറഞ്ഞ ആരാധനാക്രമ മത്സരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഈ ആരാധന പഠിക്കാനായിട്ട്, ആരാധന മനസ്സിലാക്കാനായിട്ട്, ആരാധനാക്രമ മത്സരത്തിൻ്റെ ഒരു പ്രാർത്ഥന നമ്മളെല്ലാ വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ എല്ലാ ആരാധനയ്ക്കും അഭികാമ്യമായൊരു പ്രാർത്ഥനയായിട്ട് ഞാൻ കാണുന്നത്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എല്ലാ ആരാധനാക്രമത്തിൻ്റെയും പൊതുവായ ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിൽ വൈദികൻ ഇങ്ങനെ വീണ് കിടന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം, കർത്താവേ, നിന്നോട് സ്നേഹ സംഭാഷണം ചെയ്യുവാൻ
എൻ്റെ ബുദ്ധിയും ബോധത്തെയും മനസ്സിനെയും ഒക്കെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് ആദ്യമായി അപ്പവും വീഞ്ഞും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് അതിൻ്റെ മേലുള്ള ഹൂഫോയോകൾ അഥവാ ഈ കബലാന ഈ തുണി, ചുവന്ന തുണി എടുത്ത് മാറ്റി ഇടത്തും വലത്തും വെച്ചിട്ട് കർത്താവിനെ ഈ കാഴ്ചവെച്ച ഈ അപ്പവും വീഞ്ഞും കാണിച്ചുകൊണ്ട് കയ്യിലേക്ക് എടുത്തുകൊണ്ട് പറയുന്ന ആദ്യത്തെ പ്രാർത്ഥനയാണ്, കർത്താവേ, ലോകം മുഴുവനും വേണ്ടി, ലോകത്തിൻ്റെ മുഴുവനും പാപപരിഹാരത്തിനു വേണ്ടി സ്വയം ബലിയായി തീർന്ന മിശിഹാ തമ്പുരാനെ, നിന്റെ ബലിക്ക് അനുരൂപമായ സജീവമായ ഒരു ബലിയായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ പ്രാർത്ഥന അതാണ് യഥാർത്ഥത്തിൽ ആരാധനാക്രമത്തിൻ്റെ ഉച്ചസ്ഥായിയായ പ്രാർത്ഥന, ശുദ്ധമായ നിയോഗം. അതായത് എന്തിനാണ് സഭയിൽ ആരാധനാക്രമം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയിൽ അതിൻ്റെ ഉത്തരമുണ്ട്. അതാണ് നമ്മൾ പാടുന്നത്, ലോകത്തിനോടെ അനവധിയാ പാവം മായ്ചീടാ സ്വയബലിയായൊരു മിശിഹാ നിൻ ബലി പോ ഞങ്ങളുടെയും കാഴ്ചയതായിട്ടീകുന്നു ബലിയിതു സ്വീകൃതമാകണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തിൻ്റെ അനവധിയായ പാപങ്ങൾ മായ്ക്കാൻ സ്വയബലിയായി തീർന്ന മിശിഹായെ, നിന്റെ ബലി പോലെ ഞങ്ങളുടെ ജീവിതത്തെയും ബലിയായി. വളരെ പ്രധാനപ്പെടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇതാണ് ജീവൻ നമ്മിലേക്ക് സമൃദ്ധമായി ഒഴുകാനുള്ള വഴി. ഒരു ബലിയായി തീരാനായി എന്നെ സഹായിക്കണമേ. നമ്മുടെ നിത്യജീവൻ പ്രാപിക്കാൻ, സമൃദ്ധമായ ജീവൻ പ്രാപിക്കാൻ യേശുക്രിസ്തു പങ്കുവെച്ചു തരുന്ന ദൈവരാജ്യം, ജീവൻ നമ്മിൽ നിറയാൻ എല്ലാ ആരാധനാക്രമത്തിലും ഈ ജീവൻ പ്രവഹിക്കാൻ നമുക്ക് ഈ നിയോഗമുണ്ടായിരിക്കണം, ശുദ്ധമായ നിയോഗം. നമുക്കറിയാം, കുർബാനയിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളല്ല പ്രാർത്ഥിക്കുന്നത്, അങ്ങിങ്ങായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധനാക്രമത്തിൻ്റെ ഉച്ചസ്ഥായി എന്ന് പറയുന്നത്, ആരാധനാക്രമത്തിൻ്റെ ശുദ്ധമായ നിയോഗം എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ സ്വയബലി അനുസരണത്തിൻ്റെ മാതൃകയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ സ്വയബലി, അതാണ് ആരാധനാക്രമത്തിൻ്റെ വിഷയം. അതുകൊണ്ടാണ് നമ്മൾ ഈ യാമപ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന നടത്തുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടം തോന്നാത്തതിൻ്റെ കാര്യം, പ്രഭാത പ്രാർത്ഥന തുടങ്ങി വെച്ചിട്ട് പിന്നെ നിർത്തിയാനങ്ങളോ ബോറടിക്കുന്നതിൻ്റെ കാര്യം, നമുക്ക് വിശുദ്ധ കുർബാനയിൽ പല വിചാരം വരുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ നിയോഗം നമ്മളങ്ങ് മറക്കും. അതുകൊണ്ട് ഈ വർഷം നമ്മൾ ആരാധനാക്രമത്തിൽ നമ്മൾ കുറെ കൂടി ശ്രദ്ധിച്ച് ദൈവത്തെ ആരാധിക്കാനായി തയ്യാറാകാം. താല്പര്യമുള്ളവർ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടൊന്ന് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിലെ CCC എന്ന് പറഞ്ഞാൽ, ഇനി ബൈബിളിനോടൊപ്പം ആ പുസ്തകം കൊണ്ടുവരണേ ഈ ഒരു വർഷം. അതിനകത്തെ ഖണ്ഡികകളൊക്കെ പറയുമ്പോൾ അത് വായിക്കണം. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് വാങ്ങിച്ചു തരാം. സഭയുടെ സകല പ്രവർത്തനങ്ങളും ലക്ഷ്യമാക്കുന്ന അത്യുച്ച സ്ഥാനവും അവളുടെ സർവശക്തിയും നിർഗളിക്കുന്ന ഉറവിടവുമാണ് ആരാധനാക്രമം. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1074 ഖണ്ഡിക, 1074.
ഈ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് അത് പിതാക്കന്മാര് എഴുതുന്നത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ശ്രദ്ധയോടെ നിങ്ങൾ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും നിങ്ങളിത് കുറിച്ചെടുക്കാൻ ശ്രമിക്കുകയും നിങ്ങളത് പഠിക്കുകയും അതിൻ്റെ വചനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഉറപ്പ് തരാം, നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ പാതി വഴിക്ക് ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റാതെ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കത്തോലിക്ക കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് മിശ്രവിവാഹത്തിലേക്കും ആരുടെ കൂടെ പോകുന്നതിലേക്കും യാതൊരു കുഴപ്പമില്ല, ആരെ വിളിച്ചുകൊണ്ട് വരുന്നതിലും ഒരു കുറവില്ല. ബാക്കിയുള്ള എല്ലാ മതങ്ങളും എടുത്തു നോക്കിയേ, വലിയ പാടാ. എന്നാൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ വിശ്വാസം വളരെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ, ഞാൻ 10-27 വർഷത്തെ അനുഭവം കൊണ്ട് പറയാം, വളരെ പെട്ടെന്ന് കർത്താവിനെ ഉപേക്ഷിക്കാനും കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കാനും പാപത്തിൽ ജീവിക്കുന്നതിനും ഒരു കുഴപ്പവുമില്ല. വിവാഹം വേണ്ട, ഒന്നിച്ച് ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്തിനാ എന്നൊക്കെ ചോദ്യം ചെയ്ത് എതിർപ്പുണ്ടാക്കി നമ്മളിൽ എല്ലാവരും അല്ല കുറേ കുട്ടികൾ വളരെ പെട്ടെന്ന് സഭ വിട്ടുപോകാൻ, കർത്താവിനെ ഉപേക്ഷിക്കാൻ വ്യഗ്രത കാണിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അതിനടിസ്ഥാനം, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ക്രിസ്തുവിനെ അനുഭവിക്കുന്ന, മിശിഹായെ അനുഭവിക്കുന്ന ഈ ആരാധനാക്രമം രുചിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഹല്ലേലൂയ, സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ആരാധനാക്രമം അത് ഒരു പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രാർത്ഥിക്കുന്നവരായിട്ടൊക്കെ തോന്നും, പള്ളി വന്നു, പക്ഷെ ഒരിക്കൽ പോലും അവർക്ക് ഈ ആരാധനയുടെ ഉച്ചസ്ഥായിയായ ഈ ആരാധനാക്രമത്തിൻ്റെ ഈ പരമകാഷ്ഠ അല്ലെങ്കിൽ ഈ സഭയുടെ സകല പ്രവർത്തനങ്ങളും ലക്ഷ്യമാക്കുന്നത് ഈ ആരാധനാക്രമത്തിലേക്കാണ്. അതിലേക്ക് അവർ പ്രവേശിച്ചിട്ടില്ല, അത് എൻജോയ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പോലും പലപ്പോഴും ഈ ആരാധനകൾ നിൽക്കുമ്പോൾ ഇതിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ, അതിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ, അതിൽ നിന്നൊഴുകുന്ന ഉറവ. അതുകൊണ്ടാണ് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1074 ഖണ്ഡിക പറയുന്നത് സഭയുടെ സകല പ്രവർത്തനങ്ങളും ലക്ഷ്യമാക്കുന്ന അത്യുച്ച സ്ഥാനം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു മല കയറുക എന്ന് വെച്ചു, നമ്മളെ ഇവിടെ അടുത്തൊരു ഒരു നല്ല മലയാറ്റൊരു മല കയറുകയാണ്, ഏതെങ്കിലും ഒരു മലയാണ്. ഈ മല ഇങ്ങനെ കയറി 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 മുകളിൽ ചെല്ലുന്നു, അത്യുച്ച സ്ഥാനത്ത് ചെല്ലുന്നു. കുരിശുമല, വാഗമൺ കുരിശുമല, ഇങ്ങനെ കയറി 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 അങ്ങ് മണ്ടയ്ക്ക് ചെന്ന് കഴിയുമ്പോഴാണ് അവിടെ ഒരു ടാങ്ക് കെട്ടിയിട്ടുണ്ട്, അവിടെ ഒരു കിണറുണ്ട്. അവിടെ ഈ ഉറവ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഈ ഒഴുകുന്ന വെള്ളമാണ് താഴ്വാരത്തിലെ പാവപ്പെട്ട മനുഷ്യന് കുളിർനീരായി, കുടിനീരായി അവര് അത് ഉപയോഗിക്കുന്നത്. അതായത് ഈ മുകളിൽ ചെന്ന് കഴിയുമ്പോഴാണ്, അതായത് സഭയുടെ സകല പ്രവർത്തനങ്ങളെ ലക്ഷ്യമാക്കി നമ്മൾ നടത്തുന്ന ഈ പ്രയാണം നടന്ന് ആരാധനാക്രമത്തിൽ ഒരു വ്യക്തി മനസ്സുറപ്പിക്കാൻ തുടങ്ങിയാൽ, ആരാധന എൻജോയ് ചെയ്യാൻ തുടങ്ങിയാൽ, ഈ ആരാധനാക്രമത്തിന്റെ ലിറ്റർജിയുടെ ഈ ഉച്ചസ്ഥായിലെത്തുന്ന ഒരാളിന് മനസ്സിലാകും, ഇവിടെ നിന്നാണ് ഈ ദൈവജനത്തിന് ഈ നീരുറവ, അവരുടെ ജീവൻ പിടിച്ചു നിർത്തുന്ന ഉറവ പൊട്ടി ഒഴുകുന്നത് ഇവിടെ നിന്നാണെന്ന് മനസ്സിലാവും. ഹല്ലേലൂയ, സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് +2 വരെ ധൂപക്കുറ്റി വീശി മർബഹാസാകിലേക്ക് അച്ഛന് കാപ്പായും മടക്കി, അച്ഛൻ കുടിക്കാൻ വെള്ളം, അച്ഛന് ചുമയ്ക്കണ്ട, അതിന് മുമ്പേ വെള്ളമൊക്കെ കൊണ്ടുവന്ന് അൾത്താരെ വെച്ച് അച്ഛന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ തയ്യാറായി, ജീവൻ കളയാൻ തയ്യാറായി നിൽക്കുന്ന അൾത്താര ബാലൻ
+2 കഴിഞ്ഞു, കോളേജിൽ പോയി. ഡിഗ്രിക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പിരുന്ന് ഏതോ ഒരു പ്രത്യയശാസ്ത്രം പ്രഖ്യാപിക്കുന്നു. അവൻ ചെന്നു, കേട്ടു, സ്റ്റഡി ക്ലാസ് അറ്റൻഡ് ചെയ്തു. ആഹാ, കൊള്ളാമല്ലോ. തിരിച്ചു വന്നു. അവൻ പിന്നെ പള്ളിയിൽ വരുന്നില്ല. ആദ്യമൊക്കെ അവൻ പിന്നെ കിടന്ന് ഉറങ്ങുക. പറയടാ വാടാ, പള്ളി വാടാ. അവന് ക്ഷീണമാണ്. ഒരു കുഴപ്പമില്ലാത്ത പയ്യനായിരുന്നു. പള്ളി എന്ന് പറഞ്ഞ ജീവനായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദൈവവിശ്വാസമില്ല. പിന്നീട് ഫേസ്ബുക്കിലൊക്കെ അവൻ പോസ്റ്റ് ഇടാൻ തുടങ്ങി. പിന്നീട് അവന് സഭയോട് എതിർപ്പായി, വെറുപ്പായി, ഉള്ള ജ്ഞാനം നഷ്ടപ്പെട്ടു. സ്നേഹമുള്ളവരെ, ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അവൻ ഈ സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇൻവോൾവ് ആയിരുന്നു. പക്ഷെ അവൻ ഒരിക്കൽ പോലും ഈ പ്രവർത്തനങ്ങളിലെ ലക്ഷ്യസ്ഥാനമായ അത്യുച്ചിയായ പരമകാഷ്ഠയായ ആരാധനാക്രമത്തിലേക്ക് അതൊന്ന് എൻജോയ് ചെയ്യുന്ന ഒരു ജ്ഞാനം, അതിനിൽ നിന്ന് പുറപ്പെടുന്ന ദൈവീക ജീവൻ അവന് മനസ്സിലായിട്ടില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എന്തെന്നറിയാമോ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മതബോധനം ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മതാധ്യാപികയായിരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഇതര മതസ്ഥരോടെ പോകുന്നതിന് കുഴപ്പമില്ല, പറഞ്ഞാൽ തല കയർത്തുമില്ല. എന്ത് പറ, അതിനെന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പം? അതിനൊരു കുഴപ്പമൊന്നുമില്ല. എല്ലാം ഒന്നല്ല, എല്ലാം നല്ലതല്ല. ഈ തിരിച്ചറിവില്ലാത്തതിന്റെ കാര്യം എന്താണെന്നറിയാം? ഒരിക്കൽ പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദൈവീക ജീവൻ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഭയുടെ സകല പ്രവർത്തനങ്ങളും ലക്ഷ്യമാക്കുന്ന അത്യുച്ച സ്ഥാനം. എന്നിട്ട് പറയാണ് അവളുടെ സർവശക്തിയും. ശ്രദ്ധിക്കണേ ആ വാക്ക്. പിതാക്കന്മാർ ധ്യാനപൂർവം പരിശുദ്ധാത്മാവിന്റെ ആ കൃപയിൽ നിന്നുകൊണ്ട് പിതാക്കന്മാർ ആദിമ സഭയെ തൊട്ട് എഴുതി വെച്ച സത്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇത്. എന്നിട്ട് പറയാണ് അവളുടെ സർവശക്തിയും, സഭയുടെ സർവശക്തിയും നിർഗളിക്കുന്ന ഉറവിടമാണ് ഈ ബലിപീഠം അഥവാ ഈ ആരാധനാക്രമം. ഹല്ലേലൂയ. ഈ കൂദാശകൾ. അതുകൊണ്ട് ഈ ആരാധനാക്രമ മത്സരത്തില് നമ്മൾ ഇത് മനസ്സിലാക്കി നന്നായി പഠിച്ച് മുന്നോട്ട് പോകണമെന്നാണ് സഭ ആഗ്രഹിക്കുന്ന. പരിശുദ്ധാത്മാവിന്റെ ഒരു തീരുമാനമായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് സഭയെക്കുറിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ സഭയുടെ ആരാധനാക്രമത്തിൽ ആഴപ്പെടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം ഇതെങ്ങനെയാണ് ആരാധനാക്രമത്തിലേക്ക് ഒരാള് ആഴപ്പെടുന്നത്? ആ വഴിയാണ് ഈ വചന ശുശ്രൂഷ, സുവിശേഷ പ്രഘോഷണം, വേദ പഠനം, മതബോധനം, സൺഡേ സ്കൂൾ, നമ്മളുടെ വായനകൾ, നമ്മളുടെ ഭക്തസംഘടനകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ദൈവവചനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ പ്രഘോഷണമാണ് നമ്മളെ ലിറ്റോർജിയിലേക്ക് എത്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നല്ല പ്രാർത്ഥന ഞാൻ പറഞ്ഞുതരാം. പ്രാർത്ഥന പഠിപ്പിച്ചുകൊണ്ട് അത് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തം, തിരുജലം. അതെന്താണ് അതിൻ്റെ അർത്ഥം? അത് വിശുദ്ധ കുർബാനയും മാമോദീസായുമ. തിരുരക്തം വിശുദ്ധ കുർബാനയാണ്, തിരുജലം എന്ന് പറയുന്നത് മാമോദീസായാണ്. എന്നെ ധൈര്യപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, സൗഖ്യപ്പെടുത്തുന്ന കരുണയായിരിക്കണം എന്ന ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തം, തിരുജലം ഈ കൂദാശ വർഷം നമ്മളെ അനുഗ്രഹിക്കുക. ആ പ്രാർത്ഥന നമ്മൾ നേരിട്ട് പറയാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ, തിരുജലമേ, എന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ,
തിരുജലമേ തിരുജലമേ എന്നെ കഴുകണമേ. എന്നെ കഴുകണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഈശോയുടെ തിരുഹൃദയത്തിൽ കാരുണ്യ സ്രോതസ്സായി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ തിരുജലമേ എന്നെ സുഖപ്പെടുത്തണമേ. എന്നെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന നമ്മൾ കൂടെ ആവർത്തിച്ച് പറയണം. അത് കൂദാശയിൽ നിന്നൊഴുകുന്ന കൃപയാണ്. അത് നമ്മളോട് കരുണയായിരിക്കും. അത് നമ്മളെ കഴുകും, ശുദ്ധീകരിക്കും. അത് നമ്മളെ സുഖപ്പെടുത്തും. അപ്പം ഇതിൽ നിന്ന് ഒരു ജീവൻ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് ഈ ആരാധനാ വർഷം നമ്മൾ ഈ പ്രാർത്ഥന നമ്മൾ ഏറ്റുപറഞ്ഞ് എല്ലാവരും ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മൾ വല്ലപ്പോഴും പ്രാർത്ഥിക്കാൽ പരാജയപ്പെട്ടു. കാരണം എന്താണെന്നറിയാമോ? ബൈബിളിൽ പിശാചിനെ കുറിച്ച് പറയുന്നത്, പിശാച് എപ്പോഴും നമുക്കെതിരെ ദൈവസന്നിധിയിൽ നമുക്കെതിരെ കുറ്റാരോപണം നടത്തുന്ന ആളിന്റെ പേരാണ് പിശാച് എന്ന് പറഞ്ഞാൽ, സദാസമയവും പിശാച് നമുക്കെതിരെ ദൈവം മുമ്പാകെ നിന്നുകൊണ്ട് കൊണ്ടൊരുത്തി നടക്കുന്നു. ഇങ്ങനെ നമുക്കെതിരെ പിശാച് നിരന്തരം കെണി വെച്ചുകൊണ്ടിരിക്കുക. അതിനെ അതിജീവിക്കാനാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സദാസമയം പ്രാർത്ഥിക്കുവേൻ, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുവേൻ. ഇങ്ങനെയുള്ള സുഹൃതങ്ങളൊക്കെ പഠിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കെണികളിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. ഇല്ലെങ്കിൽ ഗ്യാപ്പ് വരുമ്പോൾ അതിനിടയിൽ പിശാച് പ്രവർത്തിക്കും. ഹല്ലേലൂയ. എന്നിട്ട് പറയാം, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മള് ഈ മതബോധനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ലിറ്റോർജിയുടെ ആരാധനാക്രമത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണേ. അതായത് ഈ ആരാധനാക്രമം എന്തിനാണ് ആരാധനാക്രമം? നമ്മൾ ബാക്കി എന്തെല്ലാം പ്രാർത്ഥനകൾ നടത്തിയാലും, ബാക്കി കുരിശിൻ്റെ വഴി നടത്തുന്നു, കൊന്ത ചൊല്ലുന്നു, അതെല്ലാം നല്ലതാണ്. നമ്മുടെ നൊവേനകൾ നടത്തുന്നു, അതെല്ലാം നല്ലതാണ്. അതെല്ലാം പൊതുവായിട്ടുള്ള എല്ലാ ഭക്താഭ്യാസങ്ങളും നല്ലതാണ്. അതുകൊണ്ടാണല്ലോ സഭ അതെല്ലാം അംഗീകരിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ ദർശനങ്ങൾ, നമ്മുടെ ഉപവാസങ്ങൾ, നമ്മൾ കണ്ടെത്തിയ പ്രാർത്ഥനകൾ, നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ചില പ്രാർത്ഥനകളുണ്ട്. ഞാനും ഉണ്ട്. ഒരു 10-15 മിനിറ്റ് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകളൊക്കെ ഞാനും എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് പരിശുദ്ധ അമ്മയുടെ വെമ്മല ഹൃദയപ്രതിഷ്ഠയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈശോയുടെ തിരുരക്തത്തിൻ്റെ സമർപ്പണമുണ്ട്. അത് കഴിഞ്ഞിട്ട് പൈശാചിക ബന്ധനങ്ങളെ തകർക്കുന്ന പ്രാർത്ഥനയുണ്ട്. യൗസേപ്പ് പിതാവിനുള്ള പ്രാർത്ഥനയുണ്ട്. മിഖാൽ ദൂതനോടുള്ള പ്രാർത്ഥനയുണ്ട്. വ്യക്തിപരമായ പൗരോഹിത്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. കാവൽ ദൂതനോടുള്ള പ്രാർത്ഥനയുണ്ട്. തിരുസഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. മാർപ്പാപ്പായ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അങ്ങനെ കുറേ പ്രാർത്ഥനകളുണ്ട്. 101 വിശുദ്ധരുടെ പേര് വിളിച്ചുള്ള പ്രാർത്ഥന. ഒരു 10-15 മിനിറ്റ് എല്ലാ ദിവസവും ആ പ്രാർത്ഥനകളെല്ലാം എനിക്കുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. അത് ഞാൻ ഈ 2.5 വർഷമായിട്ട് ഇതുവരെ നിങ്ങളുടെ അടുത്ത് ആരും പറഞ്ഞിട്ടുമില്ല. കാരണം അത് വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നമുക്ക് ഉണ്ടെങ്കിലും ആ പ്രാർത്ഥനകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സമൃദ്ധമായ ജീവൻ, അതിനേക്കാളും സമൃദ്ധിയുള്ള ജീവനാണ് കൂദാശകളിൽ നിന്ന്, ആരാധനയിൽ നിന്ന്, ആരാധനാക്രമാനുഷ്ഠാനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. വിശ്വസിച്ചു പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളത് മനസ്സിലാക്കുക. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഈ കൂദാശകൾ, ഉദാഹരണത്തിന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴി യേശുക്രിസ്തുവിന്റെ ജീവനിൽ നമ്മൾ പങ്കുചേരുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിൽ ഞാൻ വസിക്കും. ഈ ജീവൻ സമൃദ്ധമായിട്ട് നമുക്ക് ലഭ്യമാകുന്നതാണ് ആരാധനാക്രമം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ.
സ്നേഹമുള്ളവരെ, നമുക്കറിയാം അല്ലാത്ത ഈ കൂദാശ ജീവിതം, ആരാധനാക്രമ ജീവിതം, അത് നമ്മുടെ ഇതര സമുദായത്തിലുള്ളവരൊക്കെ പറയും, പ്രത്യേകിച്ച് ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലുള്ളവരൊക്കെ പറയും കത്തോലിക്ക സഭയിലെ ആരാധനാക്രമം വിഗ്രഹാരാധനയാണെന്ന് പറയും. അവർ കുറേ ആചാരങ്ങളും കുറേ അനുഷ്ഠാനങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് ഒരു വിഗ്രഹാരാധനയാണ് നടത്തുന്നതെന്നൊക്കെ അവർ പറയും. അതവർക്ക് ബൈബിൾ എന്താണെന്ന് അറിയാത്തത് കൊണ്ടോ, ലിറ്റർജി എന്നൊരു വാക്ക്, ലൈത്തൂർജിയ എന്നൊരു വാക്കാണ്, ഗ്രീക്ക് വാക്കാണ്. അത് ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളം തവണ ഞാൻ നിങ്ങളുടെ അടുത്ത് വേറൊരു അവസരത്തിൽ പറയാം പറഞ്ഞിട്ടുള്ള വാക്കാണ് ദിവ്യ ശുശ്രൂഷ, ലൈത്തൂർജിയ. ലൈത്തോസ്, എർഗോസ്, ഈ രണ്ട് ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചാണ്. ഗ്രീക്ക് ഭാഷ പഠിച്ചെങ്കിൽ അത് മനസ്സിലാകത്തുള്ളൂ. ബൈബിൾ ഒറിജിനലി എഴുതപ്പെട്ട 5 ഭാഷകളുണ്ട്. ബൈബിളിൽ സംസാരിച്ച വേദഭാഷ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായ 5 ഭാഷകളാണ് ഗ്രീക്ക് ഭാഷയും ഹീബ്രു ഭാഷയും അറമായ ഭാഷയും സുറിയാനി ഭാഷയും ലത്തീൻ ഭാഷയും. ഇത് നമ്മുടെ വേദഭാഷയാണ്. ഈ ഭാഷകളൊക്കെ ചത്തുപോയി, ഡെഡ് ലാംഗ്വേജ് ആണ് എന്നൊക്കെ കരുതി പറയുന്ന ആളുകളുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങൾക്ക് അറബി ഭാഷ വേദഭാഷയായതുപോലെ ഹൈന്ദവർക്ക് സംസ്കൃത ഭാഷ വേദഭാഷ പോലെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായ നമ്മുടെ നിലനിൽപ്പിന്റെ വിശ്വാസത്തിന്റെയും അടിത്തറയായ ഭാഷകളാണ് ഈ 5 ഭാഷകൾ. ഈ ഭാഷകളിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള ദൈവത്തിന്റെ വചനം, അതിന്റെ മൂല അർത്ഥം, അതിന്റെ ഒറിജിനൽ മീനിങ് അത് പഠിച്ചെങ്കിൽ മാത്രമേ ബൈബിൾ വ്യാഖ്യാനിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഹീബ്രു വാക്കുകളും ഈ ഗ്രീക്ക് വാക്കുകളും ഒക്കെ പറയുന്നതിന്റെ കാര്യം, ഇതിന്റെ യഥാർത്ഥ സെൻസ് മലയാളത്തിൽ എഴുതിയതിൻ്റെ അകത്ത് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ മറ്റ് മതസ്ഥരൊക്കെ, ക്ഷമിക്കണം, മറ്റ് ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ഈ നമ്മളുടെ ഈ ലിറ്റർജിയെ, ആരാധനാക്രമത്തെ വിഗ്രഹാരാധനയായി ചില അനുഷ്ഠാനങ്ങളായി ആചാരങ്ങളായിട്ടൊക്കെ കാണുമ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കണം, ബൈബിളിലെ ആ വാക്ക് ലൈത്തൂർജിയ, ലൈത്തോസ് എന്ന് പറഞ്ഞാൽ ലാവോസ് എന്നൊരു വാക്കിൽ നിന്നാണ്, ദൈവജനം അല്ലെങ്കിൽ ജനം. എർഗോസ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. അപ്പോൾ ജനത്തിന്റെ പ്രവൃത്തി, പൊതുവായി ദൈവജനം ചെയ്യുന്ന പ്രവൃത്തി, ഇതാണ് ലിറ്റർജി. അതാണ് പുതിയ നിയമത്തിൽ ദിവ്യ ശുശ്രൂഷ. അത് യേശു ക്രിസ്തുവിന്റെ രക്ഷാകര പ്രവൃത്തിയോടുള്ള നമ്മളുടെ പങ്കുചേരലാണ്. യേശു ക്രിസ്തുവിന്റെ ഒരൊറ്റ പ്രവൃത്തിയുള്ള യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്, യേശു ക്രിസ്തു തന്നെ ബലിയായി, അനുസരണമുള്ളവനായി, തന്നെ മരണം വരെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി താഴ്ത്തി അവൻ ഈ ബലി അർപ്പിച്ചു. ഇതാണ് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ പ്രവൃത്തി. ഈ പൊതുപ്രവൃത്തിയിൽ ജനം പങ്കുചേരുന്നതിന്റെ പേരാ ലിറ്റർജി. ഇത് ബൈബിളിൽ അനേക തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ വേറൊരു അവസരത്തിൽ അതിന്റെ വചനങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിക്കാം. ഇതാണ് ആരാധനാക്രമം. ഇത് മനസ്സിലാകാത്ത ആളുകൾ പറയും, ഭാഷാവൃത്തി അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, സ്വയം പ്രേരിത പ്രാർത്ഥന അങ്ങ് നടത്തിയാൽ മതി, ഈ ആരാധനാക്രമമൊക്കെ വിഗ്രഹാരാധനയാണ്. അതെന്തുകൊണ്ട്? അജ്ഞതയാണ്. യേശയ്യാ പറയും, അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു. അറിയേണ്ടതറിയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആരാധനാക്രമത്തില് ദൈവം എന്താണ് ദൈവം സ്ഥാപിച്ചു തന്നതെന്നറിയാമോ? യേശു ക്രിസ്തുവിൻ്റെ ഹൃദയമിടിപ്പുകൾ അറിയാൻ തക്കവണ്ണം, അവനിൽ നിന്ന് പുറപ്പെടുന്ന ജീവൻ നമ്മൾ പ്രാപിക്കാൻ തക്കവണ്ണം നമ്മളെ ഐക്യപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് ആരാധനാക്രമ ശുശ്രൂഷ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ ഈ ആരാധനാക്രമത്തിന്റെ അടിസ്ഥാന പാഠങ്ങളിലേക്ക് പ്രവേശിക്കാൻ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കറിയാം, നിങ്ങൾ ബൈബിൾ മാത്രം മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. സ്ക്രിപ്റ്റൂര അല്ലേ? സോള സ്ക്രിപ്റ്റൂര എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രം മതി, ബൈബിൾ മാത്രം മതി. കൂദാശകൾ വേണ്ട, ശ്ലൈഹിക ശുശ്രൂഷകൾ വേണ്ട, വേറൊന്നും വേണ്ട, ബൈബിൾ സ്ക്രിപ്ചർ മാത്രം മതി. അങ്ങനെ പറയുന്ന ആളുകളുടെ വിഷയം എന്താണെന്നറിയാമോ?
വചനം മാത്രം മതി എന്ന് പറഞ്ഞ ആളുകൾ. അവരുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബൈബിൾ വായിച്ച് വരുമ്പോൾ നമ്മളുടെ തെറ്റുകളെ ന്യായീകരിക്കുന്ന ധാരാളം ബൈബിൾ വചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് ബൈബിളിൽ നിന്ന് കണ്ടെത്താം. നമ്മുടെ കുറവുകളെ ന്യായീകരിക്കുന്ന വചനങ്ങൾ ബൈബിളിലുണ്ട്. ഉദാഹരണത്തിന് ആത്മഹത്യയെക്കുറിച്ച് പറയാം. ആത്മഹത്യ ചെയ്തവരുടെ കഥ ബൈബിളിലുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ബൈബിളിൽ അങ്ങനെ ആളുകളൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് നമുക്ക് ആത്മഹത്യ. മദ്യപാനത്തെ ന്യായീകരിക്കുന്നത് വചനം എത്ര വേണം? പൗലോസ് ശ്ലീഹ തിമോത്തിയോസിനോട് പറഞ്ഞു, തിമോത്തിയോസേ, വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ എന്നുള്ള നിന്റെ ഈ നിർബന്ധ ബുദ്ധിയൊക്കെ മാറ്റണം. നിന്റെ ഉദര രോഗത്തെ പ്രതി വല്ലപ്പോഴും അല്പം വീഞ്ഞ് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവവചനം. സ്നേഹമുള്ളവരെ, നമ്മുടെ തെറ്റുകളെ ന്യായീകരിക്കാൻ 100 കണക്കിന് ബൈബിൾ വചനം വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. നുണ പറയാൻ യോഹന്നാന്റെ സുവിശേഷത്തില് ഈശോയുടെ സഹോദരന്മാർ ചോദിച്ചു, എടാ, നീ പ്രവാചകനാണെന്നുണ്ടെങ്കിൽ ഗലീലിയിൽ നിൽക്കരുത്, നീ ജെറുസലേം ദേവാലയത്തിൽ പോയി നിന്നെ തന്നെ വെളിപ്പെടുത്തുക, അവിടെ പെരുന്നാളിന് പോവുക, അവിടെ ആളുകൾ വരുന്നേ. അപ്പൊ ഈശോ പറഞ്ഞു, ഞാൻ പോകാം. അടുത്ത വചനം പറയാണ്, എന്നിട്ട് അവൻ പോയില്ല. അപ്പൊ ഈശോ നുണ പറഞ്ഞില്ലേ? പിന്നീട് രഹസ്യമായി ഇവർ കാണാതെ പെരുന്നാളിന് പോയ കാര്യം ബൈബിളിൽ പറയുന്നുണ്ട്. യോഹന്നാൻ ഇപ്പൊ ഈശോ നുണ പറഞ്ഞു, നമുക്ക് നുണ പറയുന്നുണ്ട്, കുഴപ്പമില്ല. സാഹചര്യങ്ങൾ അനുസരിച്ച് നുണ പറയാം. വേണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ബൈബിളിൽ ഒരുപാട് സ്ത്രീകളെ രണ്ടാംകിട പൗരന്മാരായി കാണുന്ന ഒരുപാട് വചനം ബൈബിളിലുണ്ട്. ഇനി മനുഷ്യന് ഒരു വിലയുമില്ല എന്ന് പറയുന്ന ബൈബിളുണ്ട്. മനുഷ്യനൊരു ശ്വാസം മാത്രമാണ്, അവനൊരു കെണിയും വലയുമാണെന്നൊക്കെ പറയുന്ന വചനമുണ്ട് ബൈബിളിൽ. മനുഷ്യന്റെ വില ഇടിച്ച് കാണുന്ന നമ്മൾ ആളുകളെ 2 വർത്താനമൊക്കെ പറഞ്ഞ് 2 ഇടിയൊക്കെ കൊടുത്തിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഇവരൊരു വിലയില്ലെന്ന്. വേണമെങ്കിൽ ന്യായീകരിക്കാം. ഇനി മുതലാളിത്ത വ്യവസ്ഥിതിയെ ന്യായീകരിക്കുന്ന വചനം ബൈബിളിലുണ്ട്. ജോബ് വലിയൊരു മുതലാളിയായിരുന്നു പഴയ നിയമത്തിൽ. അബ്രഹാം, ദാവീദ് മുതലാളിമാർ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പഴയ നിയമത്തിന്റെ വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ദ്രവ്യം, പണം എന്ന് പറയുന്നത് ദൈവാനുഗ്രഹമാ. പണക്കാരനെ, ധനവാനെ ദൈവം അനുഗ്രഹിച്ചവനാ, ദരിദ്രനെയോ ദൈവം ശപിച്ചവനാ. അതുകൊണ്ട് കാശുള്ളവനെ, ദ്രവ്യാഗ്രഹിയായിട്ടുള്ള ആളുകളെ അംഗീകരിക്കാൻ ഒരുപാട് വചനം ബൈബിളിലുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ ഞാൻ പറയുന്നത്. ഈ ദൈവവചനങ്ങളെല്ലാം നമ്മൾ ബൈബിളിൽ നമ്മൾ കണ്ടെത്തി നമ്മുടെ ന്യായീകരണങ്ങൾക്ക് കാരണമാകും. ഞാൻ പറയുന്നത് ശരിയാണ്, ഞാൻ ജീവിക്കുന്നത് ശരിയാണ്, എനിക്ക് കുഴപ്പമില്ല, ഇങ്ങനൊക്കെ ബൈബിളിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിക്കാൻ കാരണമാകും. എന്നാൽ ആരാധനാക്രമത്തിൽ വരുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ ഹൃദയമിടിപ്പുകൾ, അവൻ്റെ ജീവൻ നമ്മിൽ പ്രവേശിക്കുന്നതും പിന്നീട് ഈ ബൈബിൾ വചനം അവൻ്റെ ഹൃദയമിടിപ്പുകളോട്, താളത്തോട് ചേർന്ന് ജീവിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാത്ത പക്ഷം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊരു പ്രത്യയശാസ്ത്രം മാത്രമായി മാറും. ഇത് ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു ആശയമായി മാത്രം നമ്മൾ ഇതിലെടുക്കും. യഹൂദർക്ക് സംഭവിച്ചത് അതാണ്. മനസ്സിനെ ട്രെയിൻ ചെയ്യിച്ച് ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു ഉപകരണമായി മാത്രം അവരുടെ തോറ, പ്രവാചക ഗ്രന്ഥങ്ങൾ, ഖതുബീം, നബിയും, തനാഖ്, തോറ, നബിയും ഖതുബീം, 3 പുസ്തകങ്ങൾ ചേർന്നാണ് അവരുടെ പഴയ ബൈബിൾ. അവരുടെ ഈ 3 പുസ്തകങ്ങളെ അവർ കണ്ടത് എന്താണെന്നറിയാമോ? മനസ്സിനെ ട്രെയിൻ ചെയ്യിച്ച് ദൈവത്തെ കണ്ടെത്താനുള്ള പുസ്തകം. അവർ ഒരുപാട് വചനങ്ങൾ അറിയാമായിരുന്നു. അവരെല്ലാം ഇത് കണ്ടെത്തി ഇങ്ങനെ ജീവിച്ചിട്ട് അവസാനം എന്ത് സംഭവിച്ചു? യഥാർത്ഥ വചനം ഭൂമിയിൽ വന്നപ്പോ സാക്ഷാൽ യേശു ക്രിസ്തുവിനെ അവർ കുരിശിൽ തറച്ചു കൊന്നു. ഇതാണ് ഇതിന്റെ അപകടം. സ്നേഹമുള്ളവരെ, ബൈബിളില് നമുക്ക് ഒരുപാട് വചനങ്ങൾ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും
മനസ്സിനെ ട്രെയിൻ ചെയ്യാനും നല്ല ആശയങ്ങൾ കൊണ്ടു നടക്കാനും പ്രസംഗിക്കാനും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ നീ ആരാധനാക്രമത്തിലേക്ക്, ഈ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒടുവിൽ നീ കേട്ട ഈ സത്യത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ആരാധനയിലേക്ക് വരുമ്പോഴാണ് ഈ ജീവൻ പങ്കുവെച്ച് കിട്ടുക. ഹല്ലേലൂയാ. സ്നേഹത്തോട് പറ ഹല്ലേലൂയാ. അവിടെയാണ് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുക. അതുകൊണ്ടാണ് എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ, അവരിങ്ങനെ എമ്മാവൂസിലേക്ക് പോകുമ്പോ വഴിയിൽ ഈശോ അവരുടെ കൂടെ കൂടി. അവൻ ചോദിച്ചു, എന്തിനെ കുറിച്ചാ പറയുന്നത്? അവർ പറഞ്ഞു, ഇതൊന്നും നീ അറിഞ്ഞില്ലേ, ജെറുസലേമിൽ നടന്ന സംഭവങ്ങൾ? ഈശോ ചോദിച്ചു, ഒന്നും അറിയാത്ത പോലെ, ഏത് സംഭവങ്ങൾ? അവർ പറഞ്ഞു, നസറേനായ യേശു ക്രിസ്തുവിനെ കുറിച്ച്. ഉടനെ ഈശോ അവരെ തിരുത്തിയിട്ട് പറഞ്ഞു, തന്നെ കുറിച്ച് വചനത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയാ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ. വചനത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുത്തു. ഒന്നൊന്നൊന്നായി വെളിപ്പെടുത്തിയപ്പോ അവരിൽ ഒരുത്തൻ പറഞ്ഞു, അവൻ വഴിയിൽ വെച്ച് വചനം പറഞ്ഞു തന്നപ്പോ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഹൃദയത്തിന്റെ ഒരു ജ്വലനം, പ്രിയപ്പെട്ടവരെ. എന്നാൽ അത് കഴിഞ്ഞിട്ട് അവർ വീടിനോടടുത്തെത്തിയപ്പോ അവര് പറഞ്ഞു, നോ, പോകരുത്. അപ്പോൾ ഈശോ അവരുടെ കൂടെ പ്രവേശിച്ച് വീട്ടിനുള്ളിൽ ചെന്ന് അപ്പം മുറിച്ചു. അതാണ് അനാഫറ. അതാണ് കർത്താവ് തന്റെ ജീവൻ അവർക്ക് മുറിച്ചു, ശരീരം മുറിച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. അപ്പൊ ചോദ്യം, ആദ്യത്തേത് മാത്രം പോരായിരുന്നോ? ഈ വഴിയിൽ വെച്ച് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ഹൃദയം ജ്വലിച്ചില്ലേ? ഈ ജ്വലനം പോരായിരുന്നോ? ഈ വൈകാരികമായ ഒരു ആവേശമുണ്ടല്ലോ, ഇത് പോരായിരുന്നോ? പോരാ. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈ അനാഫറ നടക്കണം. അതാണ് ആരാധനാക്രമം. ഈ അനാഫറയിലാണ് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കണ്ണു തുറക്കപ്പെടുക. നിങ്ങൾ ഈ പൗരസ്ത്യ സഭകളിലെ നമ്മുടെ ഈ ചിത്രങ്ങളെല്ലാം റിയൽ ചിത്രങ്ങളാണ്. അത് പാശ്ചാത്യ ചിത്രകലയാണ്. എന്നാൽ പൗരസ്ത്യ ആരാധനാക്രമം അനുസരിച്ച് നമ്മൾ പള്ളികളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്നത് ഇത്തരം പെയിന്റിങ്ങുകളല്ല, ഐക്കൺസ് ആണ്. ഐക്കൺ. ഈ ഐക്കണുകളെ കണ്ടിട്ടുണ്ട് അല്ലേ? വിരലൊക്കെ ഇങ്ങനെ നീണ്ട്, കണ്ണൊക്കെ വിടർന്ന്, മൂക്കൊക്കെ നീണ്ട്, ഒരു വികാരവും ഇല്ല. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വികാരവും ഇല്ലാത്ത കുറേ ചിത്രങ്ങൾ. എന്താ കാര്യം എന്നറിയാവോ? ഇത് വലിയൊരു അർത്ഥപൂർണമാണ്. വികാരങ്ങളല്ല ഐക്കണുകൾ. ഐക്കൺ, അതുകൊണ്ട് ഐക്കൺ വരയ്ക്കുക എന്നല്ല പറയുക, ഐക്കൺ എഴുതുക എന്നാ പറയുക. ഐക്കൺ പെയിന്റിങ് അല്ല, ഐക്കൺ എഴുതുക എന്നാ പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഈ ഐക്കണുകളിൽ, പൗരസ്ത്യ നാടുകളിൽ ഈ ഐക്കൺ പറയുന്നത് വികാരങ്ങളല്ല, മറിച്ച് അത് ദൈവശാസ്ത്രമാണ് പറയുക. ഈ ചിത്രങ്ങളിലൊക്കെ ഒരുപാട് ദൈവശാസ്ത്രമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു 3-4 പേരിരിക്കുന്ന ഒരു ചിത്രമാണെന്ന് വെച്ചു. അവരുടെ തലയ്ക്ക് മീതെ ഒരു തുണി, ഒരു പരവതാനി ഇങ്ങനെ വിരിച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരിയ്ക്കുന്നത് ഒരു വീടിനുള്ളിലാണ് ഇരിക്കുന്നത്. അതേ ആളുകളുടെ ചിത്രമാണ്, പക്ഷേ ഈ തുണി മാത്രം വരച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അവർ പുറത്താണ് ഇരിക്കുന്നത്, ഒരു വിജന സ്ഥലത്താണ് അവരിയ്ക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പൊ ഇത് സംസാരിക്കുന്നത് ദൈവശാസ്ത്രങ്ങളാണ്. ഐക്കണുകൾ സംസാരിക്കുന്നത് വികാരങ്ങളല്ല. അതുകൊണ്ടാണ് ഈ വചനത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറെ വചനം പഠിച്ച് കുറെ വികാര തരളിതരായി വികാരത്തിൽ ഉണർന്നിട്ട് എല്ലാം ആകാതിരിക്കാനാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ മതപഠനം നടത്തി, മതബോധനം നടത്തിയിട്ട് മതാധ്യാപകര്, മാതാപിതാക്കള്, ഞാൻ ഉൾപ്പെടുന്ന സമൂഹം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ നിന്ന് ഈ കൂദാശയിലേക്ക് ഇവൻ വന്നില്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്നതെല്ലാം വേസ്റ്റ്. കണ്ണു തുറക്കപ്പെടുകയല്ല, ജീസസിനെ ഒരിക്കലും തിരിച്ചറിയാതെ പോകും.
ബൈബിളിൽ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല. ഈശോയെ അനുഭവിക്കണമെങ്കിൽ കണ്ണുകൾ തുറക്കപ്പെടും. അതിന് കൂദാശ വേണം, അതിന് ആരാധനക്രമം വേണം. ആരാധന അതാണ് യേശുവിൻ്റെ ഹൃദയമിടിപ്പുകളെ അറിയാൻ. അതുകൊണ്ടാണ് ഈശോയുടെ മുമ്പിലിരുന്ന് വിശുദ്ധരായി മാറിയ ഒരുപാട് ആൾക്കാർ വിശുദ്ധരുണ്ട്. സഭയിൽ ദിവ്യകാരുണ്യ മുമ്പിൽ കൂദാശകളിൽ കുമ്പസാരങ്ങളിൽ വിശുദ്ധിയുടെ നമ്മൾ ജീവനിൽ വളരുന്നത് സഭയോടുള്ള ഈ ആരാധനാക്രമ ബന്ധത്തിലാണ്. ആ ജീവൻ പ്രാപിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ പതറിപ്പോകും, വെരുണ്ടുപോകും. പുറമെ നോക്കുമ്പോ നമുക്കെല്ലാം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാമെന്നേ ഉള്ളൂ, പക്ഷേ ജീവന്റെ സമൃദ്ധി നഷ്ടപ്പെടും. അതുകൊണ്ട് യേശുവിൻ്റെ മനസ്സറിഞ്ഞ് യേശുവിനോട് ഐക്യപ്പെടാൻ നന്നായി നമ്മൾ ആരാധനാക്രമം മനസ്സിലാക്കുകയും ആരാധനയെ പങ്കെടുക്കുകയും ചെയ്യാം. പ്രഭാത നമസ്കാരം, സന്ധ്യാ നമസ്കാരം, നമ്മുടെ കൂദാശകൾ, അനുഷ്ഠാനങ്ങൾ, സാക്രമെന്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു ഉദാഹരണം, വീട് കൂദാശയല്ല, എന്നാൽ അതിൽ ഒരു ആരാധനാക്രമമുണ്ട്. അതിലൂടെ പങ്കുവയ്ക്കപ്പെടുന്ന ഒരു ദൈവിക ജീവനുണ്ട്, ഒരു വിടുതലുണ്ട്. ആ സമൃദ്ധമായ ജീവൻ നമ്മൾ അനുഭവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ ദൈവശാസ്ത്രത്തിലേക്ക് വളരാനുള്ള അവസരം കൂടിയാണ് നമ്മുടെ ഈ ദിവ്യകാരുണ്യ ആരാധനയിലെ പഠനങ്ങളൊക്കെ. നമുക്ക് ആരാധനാക്രമത്തിൽ പറഞ്ഞത് ഇത്രയുമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം, അത്യുച്ഛ സ്ഥാനം, അത് ആരാധനാക്രമം. അവിടുന്നാണ് ഈ ഉറവ, ജീവന്റെ ഉറവ നിർഗളിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു 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 പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉടമകളായി മാത്രം മാറും. യേശുവിനെ കണ്ടുമുട്ടാൻ, കണ്ണു തുറക്കാൻ അവൻ സഭയിൽ സ്ഥാപിച്ചതാണ് ഈ കൂദാശകൾ. അതിനെ ഗൗരവത്തോടെ എടുക്കാനും അതിനിൽ കുറെ കൂടി അടുക്കാനും ആരാധനയിലൂടെ ഉള്ള അതിൻ്റെ പൊരുളുകൾ, അർത്ഥങ്ങൾ മനസ്സിലാക്കി ആ ജീവൻ പ്രാപിക്കാനും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ ആരാധന പൂർത്തിയാക്കാം.